ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്കാണ്. ഒരു കുഞ്ഞു വീഡിയോ, സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്കൊന്നുമല്ല, ഒരു നോർമൽ ഡ്രിങ്ക്. ഇതാണ് പാഷൻ ഫ്രൂട്ട്. ഒരുമാതിരി ഭൂരിഭാഗം ആൾക്കാരുടെ വീടുകളിലും ഈ ഫ്രൂട്ടിൻ്റെ ചെടിയുണ്ട് അല്ലേ? എനിക്കില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഒരു യാത്ര പോയപ്പോൾ പാലക്കാട് വഴി വന്നപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. അവിടെ നിറച്ച് കിടക്കുന്നു. അതെല്ലാം തൂങ്ങി ഇല കാണാൻ വയ്യാത്ത. ഞാൻ നെറ്റിനടിയിൽ കൂടെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ, ബൾബ് പോലെ നിറച്ച് കിടക്കുന്നത്. ഇത് കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ചൂടല്ലേ നമുക്കിന്നിപ്പം. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളം നമ്മളെപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നമുക്കത് ഹെൽത്തി ആയിട്ടുള്ള കൂടിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കില്ലേ? അപ്പോൾ ഞാൻ ഈ പാഷൻ ഫ്രൂട്ടിനെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് എടുക്കാൻ പോവുകയാണേ. പാഷൻ ഫ്രൂട്ടിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, കണ്ണിന് നല്ലതാണ്. വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാസ്യം, കാൽഷ്യം. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HB കുറവുള്ളവർക്ക് വളരെ വളരെ നല്ല കേട്ടോ. പിന്നെ ഡയബറ്റിക്കാർക്ക്, പക്ഷേ ഡയബറ്റിക്കാർക്ക് മധുരമൊന്നും ഉപയോഗിക്കരുത്. ഇതുപോലെ തന്നെ പൾപ്പെടുത്ത് കഴിച്ചാൽ മതി. എല്ലാ ദിവസവും അല്ല, ആഴ്ച 2 ദിവസമൊക്കെ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് നല്ലതാണ്, വയറ്റിൽ നിന്ന് പോകാനൊക്കെ വളരെ നല്ലതാണ്. ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർക്കും മാനസിക പിരിമുറുക്കവും സമ്മർദ്ദമൊക്കെ ഉള്ളവർക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിൽ കുറച്ച് തേനൊഴിച്ചിട്ട് കിടക്കുന്നതിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. നല്ല സുഖമായ ഉറക്കവും മനസ്സിന് ശാന്തതയും കിട്ടുമെന്ന് ആയുർവേദ ഡോക്ടേഴ്സ് പറയുന്ന കേട്ടോ, ഞാൻ പറയുന്നതല്ല ഇതൊന്നും. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സുന്ദരമായ ഈ ഫ്രൂട്ടിനെ നമുക്കിതെങ്ങനെ ഒരു ഡ്രിങ്കായിട്ട് കുടിക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിതിനകത്ത് എല്ലാം മുറിച്ചെടുത്തു. അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് പഞ്ചസാര യൂസ് ചെയ്യാതെ വേണം കഴിക്കാനായിട്ട്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരിച്ചിരി പുളിയും മധുരം, ആ പുളി കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. ആ ഫേസിൻ്റെ എക്സ്പ്രഷൻ, ഫേസിന് ഒരു നല്ലൊരു എക്സസൈസ് കൂടിയാണല്ലേ അത്. അപ്പോൾ ഞാനിതിൻ്റെ പൾപ്പൊക്കെ എടുക്കട്ടെ. പൾപ്പെല്ലാം എടുത്തൊരു ബൗളിലിട്ടിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിച്ചും കുടിക്കുക. അതിനകത്ത് ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം അടിഞ്ഞു പോകും. പിന്നെ നമ്മളതിനെ അരിച്ചെടുക്കണം. ഈ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല, നമ്മളതുപോലെ തന്നെ കഴിച്ചാൽ മതി. കുടലിനൊക്കെ വളരെ നല്ലതാണ്. ഞാൻ അതിനകത്തേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഷുഗറുള്ളവർ, ഇത് ഡയബറ്റിക്കുകാർ ഈ പഞ്ചസാര ഒഴിവാക്കുക. ഇത് ഉപ്പിട്ട് കഴിക്കുന്നത് നല്ല കേട്ടോ. അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട്, അതാണ് ഒത്തിരി നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്, കുറച്ചധികം ഇടാം. എന്തൊരു ചൂടാണ് നമ്മുടെ ഇപ്പോൾ അന്തരീക്ഷത്തിലൊക്കെ. അപ്പം ശരീരത്തിൽ ജലാംശം നിലനിർത്താനൊക്കെ ഇതിന് സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ഇത് വീട്ടിലുള്ളവർ, ഇത് വേറെ എങ്ങും തിരക്കി പോകണ്ടല്ലോ, വീട്ടിലുള്ളവർ എന്നും ഓരോന്നെ. ഒരുപാട് എന്ത് സാധനം അധികമായാൽ അതും എല്ലാം ദോഷമാണ്. അപ്പോൾ ഓരോന്നോ വീതം എല്ലാ ദിവസവും ജ്യൂസ് അടിക്കാതെ പഞ്ചസാരയൊന്നും ഇടാതെ വെറുതെ കഴിക്കാൻ നോക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയ ആ ഡ്രിങ്ക്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്സിയൊന്നും ഓൺ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇച്ചിരി കൂടുതൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഗസ്റ്റൊക്കെ വരുമ്പം നമ്മൾ ചെറിയ ഐസ്ക്രീം ബൗളിലാക്കി സെർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരീരവും തണുക്കും, മനസ്സും നിറയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും താങ്ക് യു.